ശ്ലീഹ രണ്ടാം തിങ്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പുനരുദ്ധാനവും ജീവനും. താൻ സ്നേഹിക്കുന്ന ലാസർ രോഗബാധിതനാണെന്നറിഞ്ഞിട്ടും യേശു ഉടനെ പോകുന്നില്ല. അവൻ പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വവും അതുവഴി ദൈവപുത്രൻ മഹത്വവും പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. എന്നാൽ ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ബഥാനിയയിൽ എത്തിച്ചേർന്നു. അവന്റെ സഹോദരി മർത്ത ഏറെ സങ്കടത്തോടെ അവനെ സമീപിച്ച് പറയുന്നു, കർത്താവേ, നീ ഇവിടെയുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതിന് യേശു പറയുന്ന മറുപടി, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കുന്നതിന് വേണ്ടിയാണിത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല, വന്നു കഴിഞ്ഞു. കല്ലറകളുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും നിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും. യേശു മർത്തായോട് ചോദിച്ച ആ ചോദ്യം, നീ ഇത് വിശ്വസിക്കുന്നുവോ എന്നത് അവനിൽ വിശ്വസിക്കുന്നവരോട് ഒക്കെയുള്ളതാണ്. മർത്തായെ പോലെ ഉത്തരം പറയാൻ നമുക്കാകുമോ? ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അന്ത്യദിനത്തിൽ അവനോടൊപ്പം നാം ഉയർപ്പിക്കപ്പെടും.